അപ്പൊ ഒരുപാട് തമിഴ് പാട്ടൊക്കെ പാടിയിട്ടില്ലേ വേദിയില്? അതെ സാർ. നമുക്കൊരു തമിഴ് പാട്ട് ഒന്ന് പാടിയാലോ? ഒന്ന് കേൾക്കാൻ ആഗ്രഹമുണ്ട്. കേൾക്കാം. ഓക്കെ കേൾക്കാം സാർ. ഓക്കെ. இளைய நிலா பொழிகிறதே இதயம் வரை நினைக்கிறதே புல போகும் மேகம் கன காணுமே விழ காணுமே வானமே இளைய நிலா பொழிகிறதே இதயம் வரை நனைகிறதே புல போகும் மேகம் கல காணுமே விழ காணுமே வானமே இளைய நிலா பொழிகிறதே இதயம் வரை நனைகிறதே. வரும் வழியில் பனிமழையில் பருவநில தினம் நனையும் முகிலெடுத்து முகம் துடைத்து பிடியும் வரை நடைபழகும். வரும் வழியில் பனிமழையில் பருவநில தினம் நனையும் முகிலெடுத்து முகம் துடைத்து பிடியும் வரை நடைபழகும். வானவீதியில் மேகமூர்வலம் காணும் போதிலே ஆறுதல் தரும் பருவமகள் விழிகளிலே கனவு வரும். இளைய நிலா பொழிகிறதே புல போகும் மேகம் கன காணுமே விழ காணுமே வானமே இளைய நிலா பொழிகிறதே. முகிலினங்கள் அலைகிறதே முகவரிகள் தொலை நனவும் முகவரிகள் தவறியதால் அழுதிடுமோ அது மழையோ. முகிலினங்கள் அலைகிறதே முகவரிகள் தொலை நனவும் முகவரிகள் தவறியதால் அழுதிடுமோ அது மழையோ. நீலவானிலே வெள்ளியோடைகள் ஓடுகின்றதே எல்லா ஜாடைகள் வில்வெளியில் விதத்தது யார் நவமணிகள். இளைய நிலா பொழிகிறதே இதயம் வரை நனைகிறதே புல போகும் மேகம் கன காணுமே விழ காணுமே வானமே இளைய நிலா பொழிகிறதே. ബ്യൂട്ടിഫുൾ സോങ്. എന്തായാലും നമ്മളെ വേറൊരു കാലഘട്ടത്തിലേക്ക് കൊണ്ടുപോയി. അതാണ് ഈ ഷോയുടെ പ്രത്യേകത. യേശുദാസിന് എവിടാണ് ഒരു താളം തെറ്റിയത്? തീർച്ചയായും സാർ. എന്നാ ടി ബി ആയിരുന്നോ അതോ
അല്ല, ആദ്യം ട്യൂബർക്കുലോസിസ് വന്നിരുന്നു. അത് അത് അതിൻ്റെ ഒരു എക്സ്ട്രീം ആയിട്ടുള്ള ഒരു അൾട്ടിമേറ്റ് ആയിട്ടുള്ള പോയിന്റിലായിരുന്നു. ആ. ബ്ലഡ് ഇങ്ങനെ വോമിറ്റ് ചെയ്യായിരുന്നു, ഓഹോ. അറിഞ്ഞില്ല. അതെങ്ങനെയാ വന്നത് അത്? അത് പകർച്ചവ്യാധിയാണ് സംഭവം. അല്ല, അത് അതിനുശേഷം അദ്ദേഹത്തിന് ഡയബറ്റീസ് വന്നിട്ട് കാലോ കയ്യോ വിരലൊക്കെ കാലിലെ വിരല് മുറിച്ചു. അങ്ങനെ നന്നായിട്ട് പാടിക്കൊണ്ടിരുന്ന ഒരു സമയത്താണ് ഇങ്ങനത്തെ ഒരു വലിയൊരു ദുഃഖകരമായിട്ടുള്ള സംഭവങ്ങൾ വന്നത്. അതെ, പിന്നെ ഈ ഡയബറ്റീസിന്റെ തുടർച്ച എന്നോണം 2 തവണ ഹാർട്ട് അറ്റാക്ക് വന്നു. ഓഹോ. അത് കഴിഞ്ഞൊരു ബൈപ്പാസ് ചെയ്തു. അത് കഴിഞ്ഞ് 3ാമത്തെ തവണ ഒരു ഹാർട്ട് അറ്റാക്ക് വന്നു. അപ്പം ഈ ഹാർട്ട് അറ്റാക്കും ഈ ബൈപ്പാസും ഒക്കെ എനിക്ക് അതിൻ്റെ ഈ ഭീമമായ ചെലവുകൾ നമ്മളെ കൊയിലാണ്ടി നമ്മുടെ സുഹൃത്തുക്കളാണ്. ഞാൻ നേരത്തെ പറഞ്ഞ, അതായത് നേരത്തെ പറഞ്ഞ, ഞാൻ കണക്ക് പറയാറില്ല അവരുടെ അടുത്തുനിന്ന് പറഞ്ഞ അവരാണ് അറിഞ്ഞുകൊണ്ട് എന്നെ സഹായിച്ചത്. എല്ലാം ഇന്നും ആ സൗഹൃദം, ആ സുഹൃത്ത് ബന്ധം മറ്റുള്ള എല്ലാ ബന്ധത്തിനേക്കാളും മുകളിലാണ്. കൊയിലാണ്ടിയിലെ എൻ്റെ പ്രിയപ്പെട്ടവരാണ് എനിക്ക് വേണ്ട എല്ലാ ചികിത്സാ സഹായങ്ങളും ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരെ എന്താ പറയുന്നത്, ആ സുഹൃത്തുക്കളുടെ ഈ അവസരത്തിൽ ഞാൻ എൻ്റെ നന്ദി ഒരിക്കൽ കൂടി അറിയിക്കുന്നു. എന്തായാലും ജീവിതത്തിൽ പല ഘട്ടങ്ങൾ കടന്നുപോയി. തീർച്ചയായും. യൗവനം, കൗമാരം, പിന്നെ ഗാനമേള, പിന്നെ അസുഖം. അതെ. പിന്നെ എന്തായാലും സന്തുഷ്ടനാണല്ലേ ഈ 100%. ശരിക്കും എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ ഒരു സ്നേഹനിധിയാണ് യേശുദാസ്. ഏറെ സന്തോഷമുണ്ട് ഈ പ്രോഗ്രാമിന് വന്ന് പങ്കെടുത്തതിൽ. അപ്പോൾ അതിൽ അമൃത TV-യുടെ ഒരു ഉപഹാരമുണ്ട്. അത് ഷിബു അവിടെ വന്ന് നൽകുന്നതാണ്. താങ്ക് യു വെരി മച്ച് സർ. അമൃത TV പാടാം നേടാം പണം നേടാം മ്യൂസിക്കൽ ചാറ്റ് ഷോ നൽകുന്ന ഒരു ഉപഹാരം, ഒരു ആദരം. God bless you.